അപ്പോൾ ഞാൻ പറഞ്ഞിരിക്കുന്നത് പോലെ തന്നെ രാവിലെ 3:50 എണീറ്റിട്ടുണ്ടെങ്കിൽ നമ്മൾ കുറേ കാര്യങ്ങൾ ശ്രദ്ധിക്കേണ്ടതുണ്ട്. നമ്മുടെ കൂടെ താമസിക്കുന്നവർക്ക് നമ്മളൊരു ബുദ്ധിമുട്ടും വരുത്തരുതല്ലോ. കാരണം ഇത്ര അതിരാവിലെ എണീറ്റ് നമ്മൾ പോകുമ്പോൾ നമ്മൾ ഡോറ് തുറക്കുമ്പോഴും നടക്കുമ്പോഴൊക്കെ ഈ വീട്ടിൽ വെച്ചേക്കും. കാരണം ഇതൊരു പഴയ വീടായതുകൊണ്ട്. അപ്പം ഞാൻ രാവിലെ വന്ന് എല്ലായിടത്തും ലൈറ്റൊക്കെ ഇടുമ്പോഴും അടുക്കളയിൽ കത്തിയൊക്കെ ഉണ്ടാവും. കാരണം എന്താണെന്ന് വെച്ചാൽ എനിക്ക് പേടിയാണ് കേട്ടോ. കുറച്ച് കഴിയുമ്പോഴത്തേക്കും ഇല്ലെങ്കിൽ എനിക്ക് പേടിയാവും. അതുകൊണ്ട് അപ്പം ഞാൻ പോയി ഇനി മുഖമൊക്കെ തുടച്ച് സെറ്റാകും. അത് കഴിഞ്ഞിട്ടാണ് നമ്മുടെ അടുത്ത പരിപാടികൾ വരുന്നത്. അടുത്ത പരിപാടി എന്ന് പറയുമ്പോഴത്തേക്കും ഞാൻ നിങ്ങളെ മുഖം തുടയ്ക്കുന്ന കാണിച്ചു തരുന്നുണ്ട്. കാരണം അതൊക്കെ നമ്മുടെ ഒരു മോർണിംഗ് ഇതിൻ്റെ അകത്ത് വരുന്നതാണല്ലോ. അപ്പോൾ മുഖം എല്ലാം തുടച്ച് കഴിഞ്ഞിട്ട് ഞാൻ എൻ്റെ ഒരു മോയ്സ്ചറൈസർ ഉണ്ട്, അത് യൂസ് ചെയ്യും. ഇപ്പോൾ ഞാൻ അങ്ങനെ ഭയങ്കരമായിട്ട് സ്കിൻ കെയർ ഒന്നും നോക്കുന്ന ഒരാളല്ല കേട്ടോ. അപ്പോൾ കുറേ ആയി മോയ്സ്ചറൈസറൊക്കെ യൂസ് ചെയ്തിട്ട്. പിന്നെ ഇപ്പോൾ ഞാൻ ഷൂ ഇടാനായിട്ടുള്ള തത്രപ്പാടിലാണ്. ഇനി പക്ഷേ സൗണ്ട് ഉണ്ടാക്കരുത്, ഞാൻ പറഞ്ഞ പോലെ തന്നെ അപ്പുറം ഇപ്പുറയും താഴെയൊക്കെ ആൾക്കാരുള്ളതാണ്. അപ്പം ഞാനിനി ഷൂ ഒക്കെ ഇട്ട് വേഗം റെഡി ആവട്ടെ. ഞാൻ അതായത് കണ്ണൊക്കെ തിരുമ്മി പോകുന്നത് നേരെ അടുക്കളയിലേക്കാണ് കേട്ടോ. ഇനിയൊരു ഫ്രഷ് കോഫി കുടിക്കുമ്പം എൻ്റെ എല്ലാം ഓക്കെ ആവുമേ. പക്ഷെ ഇപ്പോൾ ഉള്ളൊരു പ്രശ്നം, ഭയങ്കര തണുപ്പാണ് രാവിലെ, മുടിഞ്ഞ തണുപ്പാണ്. അതുമല്ല, ഇവിടെ ഞങ്ങൾ അടുക്കളയിൽ നമ്മുടെ ജനൽ വലുതാക്കി തുറന്നിടും. അതായത് കംപ്ലീറ്റ് തുറന്നിടും. ഒരാൾക്ക് അതിൽ നിന്ന് ചാടണമെന്നുണ്ടെങ്കിൽ ചാടാം, അതുപോലെ തുറന്നിടും. അപ്പോൾ രാവിലെ ഞാൻ 3:50 എന്ന് പറയുമ്പോൾ ഒരു 4:10 ആകുമ്പോഴത്തേക്കും അടുക്കളയിൽ എത്തും. അപ്പോൾ അടുക്കളയിൽ എത്തിക്കഴിയുമ്പോഴത്തേക്കും ഭയങ്കര തണുപ്പായിരിക്കും. രാത്രി ഫുള്ള് ഇങ്ങനെ തുറന്നിട്ടിട്ടുള്ള ആ തണുപ്പുണ്ടാവും. അപ്പോൾ അതുകൊണ്ട് ഞാൻ ഫസ്റ്റ്ലി പോയി ജനലെല്ലാം ക്ലോസ് ചെയ്ത് കീപ്പൻ ചെയ്തിടുക എന്ന് പറയുമ്പോൾ മേളിൽ നിന്ന് ലൈറ്റായിട്ടൊന്ന് തുറന്നിടും, അങ്ങനെ ചെയ്തിടും. അപ്പോൾ ഇനി ഞാൻ പോകുന്നത് ചായ ആക്കാൻ വേണ്ടിയിട്ടാണ്. ഫോണൊക്കെ വെച്ച് ചായ ആക്കുമ്പോഴത്തേക്കും നമ്മൾ കുറേ ടൈം എടുക്കും കേട്ടോ. അപ്പം എല്ലാം അവിടെ ഒന്ന് സെറ്റ് ചെയ്ത്, അപ്പം നിങ്ങൾക്ക് കാണണമെന്നുണ്ടെങ്കിൽ പിന്നെ സാധാ വെക്കുന്ന പൊസിഷനിൽ നിന്ന് എല്ലാ സാധനങ്ങളും പിന്നെ എടുത്ത് മാറ്റി അങ്ങനെ എല്ലാം ചെയ്യേണ്ടി വരും. അപ്പം ഞാൻ പൊതുവേ ഒരു കഫേയും കോഫിയും എല്ലാം കൂടെ മിക്സായി പോയതാണ് കേട്ടോ. അപ്പം നെസ്കഫേ ഫാനല്ല, പക്ഷേ എനിക്ക് ബ്രൂ ആണ് ഇഷ്ടം. ഏറ്റവും കൂടുതൽ എനിക്ക് ഇഷ്ടം ബ്രൂ ആണ് കുടിക്കാൻ. പക്ഷേ എങ്കിലും ഇവിടെ ബ്രൂ ലിമിറ്റഡ് ആയതുകൊണ്ടല്ലേ, കിട്ടാൻ ചാൻസ് കുറവാണ് സാധാ കടകളിൽ. അതുകൊണ്ട് ഞാൻ പിന്നെ നെസ്കഫേ വാങ്ങി കുടിക്കും. അപ്പം ഞാൻ പാല് ചൂടാക്കുന്നത് മറ്റേ പാനിൽ വെച്ചിട്ടൊന്നും അല്ല കേട്ടോ, ഇപ്പം എളുപ്പത്തിന്. കാരണം രാവിലെ പാനിൽ വെച്ചിട്ടുണ്ടെങ്കിൽ 5 മിനിറ്റ് അതിന് വേണ്ടി എനിക്ക് കളയില്ല. അതുകൊണ്ട് ഞാൻ പാല് കുറച്ച് എടുത്തിട്ട് ഞാൻ വെള്ളം ചേർക്കില്ല. എനിക്ക് ഫുൾ ഫാറ്റ് മിൽക്ക് വേണം. അതുപോലെ തന്നെ വെള്ളം ചേർക്കത്തില്ല, എനിക്കിഷ്ടമല്ല വെള്ളം ചേർത്തിട്ടുണ്ടെങ്കിൽ. അപ്പോൾ പാലും എടുക്കും കുറച്ച്. എനിക്ക് വേണ്ടത്രയും കടുപ്പത്തിൽ നെസ്കഫേൻ്റെ പൊടിയും അതിൻ്റെ അകത്തേക്ക് ആഡ് ചെയ്തിട്ട് ഞാനൊരു കാര്യം ചെയ്യും, അതുകൊണ്ട് നേരെ ഓവനിൽ വെക്കും. അപ്പോൾ ഓവനിൽ ഒരു 2 മിനിറ്റ് വെക്കുമ്പോഴത്തേക്കും നല്ലോണം ചൂടായിട്ട് വരും പാല്. പിന്നെ അതിൻ്റെ അകത്തേക്ക് കുറച്ച് ഷുഗറോടെ ഇടും. പൊതുവെ ഞാൻ ഷുഗർ കട്ട് ചെയ്തേക്കാം. പക്ഷേ ഇപ്പം എനിക്ക് കോഫി കുടിക്കുമ്പോൾ ഷുഗർ ഇല്ലാണ്ട് പറ്റില്ല, കയ്പ് എനിക്ക് പറ്റില്ല. അതുകൊണ്ട് ഞാൻ ഒരു കുറച്ച് ഷുഗറോട് ഇട്ടിട്ടാണ് കുടിക്കുള്ളൂ. ബാക്കി എന്തെങ്കിലും തന്നെ ഷുഗർ ഉണ്ടാവില്ല കേട്ടോ, അല്ലെങ്കിൽ ഷുഗർ കഴിക്കാറില്ല. പിന്നെ മാക്സിമം അത് ഒഴിവാക്കണം, കാരണം ഇപ്പോൾ കുരുവൊന്നും തുടങ്ങിയിട്ടുണ്ട്. പിന്നെ രാവിലെ കഴിക്കാൻ വേണ്ടി ഞാൻ കോൺഫ്ലെക്സ് വാങ്ങിച്ചിട്ടുണ്ട്. എനിക്ക് ഓട്സ് ഇരിക്കുന്നുണ്ട്, മുസ്ലി ഇരിക്കുന്നുണ്ട്, പക്ഷേ ഇതൊന്നും ഞാൻ കഴിക്കലില്ല. എനിക്ക് ഇടയ്ക്കിടയ്ക്ക് ഓരോ പ്രാന്താണ്. അപ്പോൾ ഇപ്പോൾ കോൺഫ്ലെക്സ് വാങ്ങിച്ചിട്ട് കഴിക്കൽ തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ ഇനി ഇതെല്ലാം ആക്കിയിട്ട് ഞാൻ പോയി കഴിക്കട്ടെ. അപ്പോൾ പൊതുവേ ഞാൻ ഫുഡ് കഴിക്കുന്ന ടൈമിൽ എന്തെങ്കിലും കണ്ടുകൊണ്ടേ കഴിക്കുള്ളൂ. രാവിലെ ആണെങ്കിലും ഉച്ചയ്ക്കാണെന്നുണ്ടെങ്കിൽ ഏത് നേരത്താണെന്നുണ്ടെങ്കിലും. അപ്പോൾ ഇപ്പം നിലവിൽ വീഡിയോ എടുക്കുന്നതുകൊണ്ട് ഞാൻ പിന്നെ ഒന്നും വെച്ചില്ല. ഇപ്പം ഞാൻ നോക്കുന്നത് പാലിന് വല്ല പാടയുണ്ടോയെന്ന്. പാടയുണ്ടെങ്കിൽ എനിക്ക് അതും ഇഷ്ടമല്ല, ബുദ്ധിമുട്ടാണ് കഴിക്കാൻ അല്ലെങ്കിൽ കുടിക്കാനായിട്ട്. ഞാൻ ചായ പയ്യെ ഇളക്കി പിന്നെ ആ സ്പൂൺ വെച്ചിട്ട് നമ്മൾ കോൺഫ്ലെക്സ് കഴിക്കും. അങ്ങനെ ഞാൻ വീഡിയോ എടുക്കുന്ന ദിവസം എല്ലാം അഡ്ജസ്റ്റ് ചെയ്ത് വീഡിയോസ് ഒന്നും കാണാണ്ട് ഞാൻ ഫുഡ് കഴിക്കും ഗൈസ്. സോ ഗൈസ്, ഇപ്പം എൻ്റെ വയർ ഫുള്ളാവും. കോൺഫ്ലെക്സ് കഴിച്ചു, ആ ഒരു കപ്പാൽ ഫുൾ കുടിച്ചു. നെസ്കോഫിൻ്റെയും അതുപോലെ ഞാൻ കോൺഫ്ലെക്സിനെടുത്തില്ല, അതും കഴിച്ചു. ഞാൻ പയ്യെ വേണ്ടാണ് എല്ലാവരും ഓർമ്മ. ഇവിടെ ഇച്ചിരി ഉച്ചയ്ക്ക് മുന്നേ അതുകൊണ്ട് അപ്പോൾ ഏകദേശം 4:25 ഇനി എനിക്ക് മുടി കൂടെ കെട്ടിയാൽ മതി. കെട്ടാം, ഓക്കെയാണ്. പാത്രം കൊണ്ട് വെക്കണം. അതുപോലെ ഞാൻ ഇന്നലെ എൻ്റെ ബ്രേക്ക്ഫാസ്റ്റ് ആക്കിയിട്ടുണ്ടായിരുന്നു, അതെടുത്ത് ബാഗിൽ വെക്കണം, അത്രേ ഉള്ളൂ. അത് കഴിഞ്ഞ് ജാക്കറ്റ് എല്ലാം ഒന്ന് റീചെക്ക് ചെയ്യുക, അത് കഴിഞ്ഞ് ഇറങ്ങണം, അത്രേ ഉള്ളൂ. പോയിട്ട് വരാം. നല്ല തണുപ്പുണ്ടായിരുന്നു, അത്യാവശ്യം രാവിലെ ആയതുകൊണ്ടായിരുന്നു.
ഓക്കെ, ഞാൻ പറഞ്ഞു എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എല്ലാവരും കിടന്നുറങ്ങും ഇവിടെ. കാരണം അപ്പുറത്തെ റൂമിലെ പെണ്ണിന് രാവിലെ ജോലി, അവളൊരു 5 മണിക്ക് ആവുമായിരിക്കും എണീക്കുമ്പം. പിന്നെ താഴെയുള്ളവരുണ്ട്, എൻ്റെ റൂമിൻ്റെ തൊട്ട് താഴെ. അത് ഞാനവിടെ കൊച്ചെടുത്താൽ കേൾക്കും. ഇതിപ്പോൾ ഇവിടെ ഇപ്പം അടുക്കളയായതുകൊണ്ട് വലിയ ഒച്ച ഉണ്ടാവില്ല, എല്ലായിടത്തേക്കും ഈക്വലായിട്ടാണ് പോവുള്ളൂ. അപ്പോൾ അതുകൊണ്ടാണ് ഇപ്പോൾ ഇവിടെ വന്നിരിക്കുന്നത്. ആൻഡ് ഓക്കെ, ആൻഡ് ഗൈസ്, ഇതെൻ്റെ ഫസ്റ്റ് ഡേ ഓഫ് ക്രാങ്കൻ ഹൗസാണ്, അല്ലെങ്കിൽ ഹോസ്പിറ്റലാണ്. അപ്പോൾ ഇന്നലെ ഞാൻ കുറേ വീഡിയോ എടുക്കണമെന്ന് ആലോചിച്ചു, പക്ഷെ പറ്റിയില്ല. അതിനുള്ള റീസൺ ഞാൻ പോകുന്ന വഴിക്ക് വേണ്ടി പറഞ്ഞുതരാം കേട്ടോ. അപ്പം ഞാൻ ഇവിടെ എല്ലാം പ്രിപ്പയർ ചെയ്തെല്ലാം സെറ്റാക്കട്ടെ പോകാനായിട്ട്. ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുപോകുന്ന എനിക്ക് അറിയില്ല അവിടെ ഫുഡ് ഉണ്ടാവില്ല എന്നൊന്നും. സോ അതുകൊണ്ട് ഞാൻ ജസ്റ്റ് എടുത്തു എന്നേ ഉള്ളൂ. ഒരു കീനോ, എനിക്കറിയില്ല അതെങ്ങനെ പ്രൊണൗൺസ് ചെയ്യുന്നതെന്ന്. ഞാൻ അവിടെ പോയിട്ട് കാണിച്ചു തരാം. ഇത് തൈരാണ്, പക്ഷേ ഇത് ഞാൻ എന്നും ഫ്രൂട്ട് ഫ്ലേവർ എടുക്കുന്നത്. പക്ഷേ ഇതിൻ്റെ അകത്ത് ഇപ്പം ക്വീനോ ഒരു സാധനമുണ്ട് കഴിക്കുന്നത്, അതും സൺഫ്ലവറിൻ്റെ സീഡുമാണുള്ളത്. പിന്നെ ഇതിൽ പിസ്ത, ആപ്പിള്, ഹാഫ് ആപ്പിള്, ഇത് ബ്രെഡ്, ബട്ടർ, കേസ്. ഇനി എന്തെങ്കിലും കുടിക്കാൻ വേണം. സോ കുടിക്കാനായിട്ട് ഞാൻ എടുക്കുക വെള്ളമാണ്, വെള്ളം മാത്രമേ ഉള്ളൂ, വേറെ ഒന്നും കുടിക്കാൻ എടുക്കുന്നില്ല. പിന്നെ കോഫിയൊക്കെ ചിലപ്പോൾ അവിടെ നിന്ന് കിട്ടും, നോക്കാം നമുക്ക് എങ്ങനെയാണ്. ഇപ്പം നിലവിലെൻ്റെ വേറെ ഞാൻ വെള്ളം എടുത്ത് ബാഗിൽ വെച്ചിട്ട് പോട്ടെ. ആക്ച്വലി ഗൈസ്, ഇതിൻ്റെ അകത്ത് എൻ്റെ ഞാൻ എടുക്കുന്നത് ഒരു ചിപ്പാണ്. ആ ചിപ്പ് എന്തിനാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, ആ ചിപ്പ് ഉണ്ടെങ്കിൽ മാത്രമേ എനിക്ക് ഹോസ്പിറ്റലിൻ്റെ അകത്ത് പോയിട്ട് എനിക്ക് ജോലി ചെയ്യുന്ന ക്ലോത്ത്സ് എടുക്കാനായിട്ട് പറ്റുള്ളൂ. അപ്പോൾ അത് ഞാൻ സെക്യൂറായിട്ട് ഒരു സ്ഥലത്ത് ഒരു ടാഗൊക്കെ ഇട്ട് സെറ്റപ്പ് ആക്കാൻ വേണ്ടി പോവുകയാണ്. അതിന് വേണ്ടിയിട്ടാണ് ഞാനിപ്പോൾ ഇതെടുത്തത്. പക്ഷേ ആ വീഡിയോ ഞാൻ എടുത്തിട്ടില്ല. എനിവേ അതിന് വേണ്ടിയിട്ടാണ്. സോ ഗൈസ് ഒരു മിനിറ്റ്. അപ്പോൾ നിങ്ങൾക്കിപ്പോൾ എന്നെ കാണാമെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു. ആൻഡ് ഇപ്പോൾ നിലവിൽ ഞാൻ എനിക്കൊന്നും കാണത്തില്ല ഗൈസ്. ഇപ്പം നിലവിൽ ഞാൻ ദേ ജോലിക്ക് വേണ്ടി പോവാണ്. അപ്പം നമുക്ക് പോയിട്ട് കാണാം. സോ ഗൈസ്, അപ്പം ഞാൻ വീട്ടിൽ നിന്ന് ഇറങ്ങിയിട്ടുണ്ട്. ഏകദേശം 4:45 4:45 രാവിലെ. ഇതാണ് ഇപ്പോൾ ഇവിടുത്തെ അവസ്ഥ. നിങ്ങളിപ്പോൾ കാണുന്നത് കറക്റ്റാട്ടോ, ഈ ഒരു വെട്ടേ ഉള്ളൂ. ഇതാണിപ്പോൾ നിലവിലത്തെ ഇവിടുത്തെ അവസ്ഥ. അപ്പോൾ എനിവേ ഞാൻ കുറച്ച് ഫസ്റ്റ് ഡേ ആണ്, കുറച്ച് സെറ്റായിട്ടാണ് പോകുന്നത്. പക്ഷേ എനിക്ക് അറിഞ്ഞുകൂടാ എന്താവും അവിടുത്തെ അവസ്ഥ എന്നുള്ളത്. കാരണം ഡ്രസ്സ് ചേഞ്ച് ചെയ്യുന്ന സ്ഥലം എനിക്കറിയത്തില്ല, ഞാൻ എങ്ങോട്ട് പോകണമെന്ന് എനിക്കറിയത്തില്ല. ഒറ്റയ്ക്കുള്ളൂ ഗൈസ്. ആൻഡ് വിഷൻ എന്താ പറയുക, കുറച്ചൊരു ബുദ്ധിമുട്ട് എനിക്ക് തോന്നുന്നുണ്ട് ഉള്ളിൽ.
അതിൻ്റെ എല്ലാം എടുത്ത് വെച്ചിട്ടുണ്ട്. ബാഗിന് നല്ല വെയിറ്റും ഉണ്ട്. അപ്പം നിങ്ങൾക്ക് എന്തായാലും എന്നെ കാണുന്നില്ല. സോ ഞാൻ എന്താ വീട്ടിലൊക്കെ ഒന്ന് വിളിക്കട്ടെ. അതൊക്കെ കഴിഞ്ഞ് കഴിഞ്ഞിട്ട് ഞാൻ പിന്നെ വീഡിയോ എടുക്കാം ഗൈസ്. കാരണം ഇനി എനിക്ക് ഒരു 2 hours ട്രാവലുണ്ട്. ഞാനിപ്പോൾ ഇവിടുന്ന് 4:45 2 hours ഇല്ല, എന്നാലും 4:45 കയറിയിട്ടുണ്ടെങ്കിൽ ഒരു 6:20 ഒക്കെ ആവും, അല്ലെങ്കിൽ 6:25 ആവും ഞാൻ ഹോസ്പിറ്റലിൽ എത്തുമ്പം. അത് കഴിഞ്ഞിട്ട് വേണം എനിക്ക് പിന്നെ ഡ്രസ്സ് മാറാൻ, ബാക്കിയുള്ള കാര്യങ്ങളിലേക്കൊക്കെ ഏർപ്പെടാൻ. അപ്പോൾ ഇനി നമുക്ക് നോക്കാം. ഞാൻ എന്താണെങ്കിലും പോട്ടെ. ബൈ. ഗൈസ്, അപ്പോൾ ഇപ്പം നിങ്ങൾക്ക് എന്നെ കാണാൻ പറ്റുന്നുണ്ടായിരിക്കും. കാരണം ഞാൻ ട്രെയിൻ കയറാൻ വേണ്ടി വന്നു. ഇപ്പോൾ തന്നെ വരും, 3 മിനിറ്റിനുള്ളിൽ നമ്മുടെ ട്രെയിൻ വരും. ഞാൻ കുറച്ച് ലിപ്സ്റ്റിക് ഇട്ടു, കണ്ണെഴുതി, പിന്നെ ഒരു ഇച്ചിരി കോമ്പാക്ട് പൗഡർ ഇട്ടു, മാത്രമേ ചെയ്തിട്ടുള്ളൂ. അപ്പോൾ എനിവേ ഇപ്പം ഞാൻ നിലവിൽ എൻ്റെ സൂക്ക് വരാൻ വേണ്ടി വെയിറ്റിങ്. അങ്ങന്ന് വരുന്നുണ്ട്. ഇവിടെ ഈ ഒരു വെട്ടം കാണാം, ഈ വെട്ടം വരുന്ന എൻ്റെ വണ്ടിയാണ് കേട്ടോ ഗൈസ്. നമ്മളതിൽ കയറി നേരെ ഹിൽസൺ ഹോസ്റ്റം സാധിച്ചിട്ട് 3ാമത്തെ സ്റ്റോപ്പിൽ ഇറങ്ങും. എന്തായാലും അവിടെ നിന്ന് 31 മിനിറ്റ് ഇവിടെ ഇരിക്കണം. അത് കഴിഞ്ഞിട്ട് അവിടെ നിന്ന് ഒരു 6 സംതിങ് എന്തോ ഒരു ലോക്കൽ ട്രെയിൻ ഉണ്ട്, കുഞ്ഞു ട്രെയിൻ ഹിൽഡസാമിലേക്ക് പോകുന്ന. അപ്പോൾ അതിന് കയറണം. അത് കഴിഞ്ഞിട്ട് അവിടെ നിന്ന് ഹിൽഡസാമിൽ നിന്ന് ഒരു ബസ്സുണ്ട്. ബസ് കണ്ടുപിടിച്ച് ബസ്സിൽ കയറി ജോലി സ്ഥലത്തേക്ക് പോയി ഇറങ്ങണം. പാടാണ്. അപ്പോൾ എൻ്റെ ട്രെയിൻ വന്നിട്ടുണ്ട്. എനിവേ ഞാൻ ട്രെയിനിൽ കയറി പോട്ടെ. ബൈ. എനിക്കിപ്പോൾ രാവിലെ യാത്ര ഭയങ്കര ഇഷ്ടമായി തുടങ്ങിയിട്ടുണ്ട് കേട്ടോ. രാവിലെ ഈ ഉറക്കത്തിൽ നിന്ന് എണീക്കാനുള്ളൊരു മടിയുള്ളൂ. അത് കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ ഉണ്ടല്ലോ ഭയങ്കര പ്രൊഡക്റ്റീവായിരിക്കും നമ്മൾ അന്നത്തെ ദിവസം. എനിക്കിതിപ്പോൾ കുറച്ചായി ഫീൽ ചെയ്യുന്നു. പക്ഷേ ആദ്യത്തെ 2 ദിവസം പോലെ അല്ലായിരുന്നു എനിക്ക് ബാക്കി ദിവസങ്ങൾ ക്രാങ്കൻ ഹൗസ്. ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു ഉറക്കത്തിൽ നിന്ന് എണീക്കുന്നത്, എൻ്റെ ഉറക്കം സൈക്കിളും കാര്യങ്ങളെല്ലാം. സോ ഗൈസ്, ഇപ്പോൾ ഞാൻ എൻ്റെ ലാസ്റ്റ് ട്രെയിനിൽ കയറിയിട്ടുണ്ട്. ഇതാണ് എൻ്റെ ലാസ്റ്റ് ട്രെയിൻ. ആൻഡ് ഇത് കഴിഞ്ഞിട്ട് ഒരു 15 മിനിറ്റ് ഈ ട്രെയിനകത്തിരിക്കും. അതൊരു കുട്ടി ട്രെയിനാണ് കേട്ടോ, മറ്റേ എസ്ബാനില്ലേ, അതാണ് എസ്ബാനാണ്. അപ്പോൾ ഇത് കഴിഞ്ഞിട്ട് എനിക്കൊരു ബസ്സോടെ ഉണ്ട്. ബസ്സിൽ 3ാമത്തെ സ്റ്റോപ്പാണ് ഹോസ്പിറ്റൽ. ആൻഡ് എനിക്ക് ഫീൽ ചെയ്തൊരു കാര്യം പറയാം. ആക്ച്വലി ഞാൻ ടയേർഡാണ്. ഫസ്റ്റ് ഓഫ് ഓൾ ഞാൻ ഉറങ്ങിയിട്ടുള്ള അമ്മയിലേക്ക് ഉറക്കം കിട്ടിയിട്ടില്ല എന്ന് വേണമെങ്കിൽ പറയാം. ആണ് കേട്ടോ, എസ്ഫിയർ. പാൻറ്ററിന് എസ്പാൻ്റെ സ്റ്റോപ്പ് ഉണ്ടോ? ഓക്കെ. അപ്പോൾ അത് ഞാൻ പറഞ്ഞു വന്നതെന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എനിക്ക് ഉറക്കം ശരിയായിട്ടില്ല. കാരണം ഞാൻ ഇന്നലെ വലിയ സ്റ്റോറി പറയുന്നത് ഞാൻ നേരത്തെ പറഞ്ഞില്ലായിരുന്നു. അതെന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇന്നലെ എനിക്ക് കുറച്ച് സാധനം വാങ്ങാണ്ടായിരുന്നു. ഞാൻ വീഡിയോ എടുത്തിട്ടുണ്ടായിരുന്നു, പക്ഷേ തുടർന്ന് എനിക്ക് കണ്ടിന്യൂ ചെയ്യാൻ പറ്റിയില്ല. കാരണം നന്ദു ജിമ്മിൽ പോയിട്ട് നന്ദു ഡയറക്റ്റ് അങ്ങോട്ടായിരുന്നു വന്നത്. ഞാൻ വീട്ടിൽ നിന്ന് ജോലി കഴിഞ്ഞിട്ട് ഹനോവറിലേക്ക് പോയിരുന്നു. അപ്പോൾ ഞങ്ങൾ എൻ്റെ ഒരു ട്രെയിനിനകത്തായിരുന്നു. എന്നിട്ട് ഹനോവറിൽ പോയി ഇറങ്ങി നന്ദുവിൻ്റെ എഫ്എസ്യൂട്ട് തീർന്നു, ഹൗസ് ബിൽഡിങ്ങിലേക്ക് കയറുകയാണ്. സോ അതുകൊണ്ട് നന്ദുവിൻ്റെ ഷെഫിനും അതുപോലെയുള്ള കുറച്ച് പേർക്കും ഗിഫ്റ്റ് വാങ്ങാൻ വേണ്ടി ഇവിടെ ഒരു കടയിൽ കയറി. റോസ്മാൻ എന്ന് പറയുന്ന ഒരു കടയിൽ കയറി അവൻ ഒരു 5 മിനിറ്റോളം അതിൻ്റെ അകത്ത് ഉണ്ടായിരുന്നു. ഞങ്ങൾ 2 പേരുണ്ടായിരുന്നു. അപ്പോൾ 5 മിനിറ്റോളം അവിടെ നിന്ന് കഴിഞ്ഞ് അവൻ്റെ ഒരു ഫോട്ടോ എടുക്കാൻ വേണ്ടി കയറിയതാണ്. ഫോട്ടോ എടുത്ത് കഴിഞ്ഞാൽ അവനത് ബാഗിലിടാൻ നോക്കിയപ്പോൾ അവൻ്റെ ബാഗില്ല കയ്യിൽ. അടിപൊളി. ബാഗിൻ്റെ അകത്തോട്ട് എയർപോർട്ട്, ജിമ്മിൻ്റെ ബാൻഡ്, എൻ്റെ വീടിൻ്റെ താക്കോല്, ഇതെല്ലാം. കാരണം അവൻ്റെ താക്കോല് നോക്കിയിട്ട് കണ്ടില്ല. അപ്പം ഞാൻ ഇന്നലെ താക്കോലില്ലാണ്ട് ആ ജോലിക്ക് പോയി. കാരണം എൻ്റെ റൂംമേറ്റിൻ്റെ കൂടെ ഞാൻ ഇന്നലെ വർക്കിന് വേണം. അതുകൊണ്ട് എനിക്ക് താക്കോൽ ഞാൻ എടുത്തില്ല. അപ്പോൾ അവൻ എൻ്റെ താക്കോലെടുത്തിട്ട് ജിമ്മിൽ പോയി. അത് കഴിഞ്ഞ് കഴിഞ്ഞിട്ട് അതൊക്കെ അതിൻ്റെ തിരിക്കുക. അവൻ നേരെ ഓടി ഏതൊക്കെയൊക്കെയോ ഗ്ലൈഷിൽ കയറി, അതായത് പ്ലാറ്റ്ഫോമിൽ കയറി നോക്കി. പക്ഷേ ട്രെയിൻ ഉണ്ടായിരുന്നില്ല. ഞാൻ നോക്കിയപ്പോഴത്തേക്കും ട്രെയിൻ ഓൾറെഡി പോയിട്ടുണ്ടായിരുന്നു. ഞങ്ങൾ വന്ന ട്രെയിൻ നേരെ തിരിച്ച് ആ ഒരു വഴിയിലേക്ക് തന്നെ, എങ്ങോട്ടാണോ വന്നത് അങ്ങോട്ട് തന്നെ റിട്ടേൺ പോയായിരുന്നു. എന്നിട്ട് അതിൽ കൂടെ കുറേ തപ്പി. പിന്നെ എയർപോർട്ട് ഉള്ളതുകൊണ്ട് ലൊക്കേഷൻ അതിൻ്റെ അകത്ത് കാണിക്കുമല്ലോ. അപ്പോൾ നോക്കിയപ്പോഴത്തേക്ക് ഒരു ലൊക്കേഷൻ, ഒരു റൈറ്റ് ഇയർബഡിൻ്റെ ലൊക്കേഷൻ തൊട്ടടുത്തും ലെഫ്റ്റിൻ്റെ ലൊക്കേഷൻ വേറെ സൈഡിൽ. എന്നിട്ട് ഞാൻ അവനെ കൂട്ടി പോലീസ് സ്റ്റേഷനിൽ പോയി. പോലീസ് സ്റ്റേഷനിൽ പോയപ്പോഴാണ് ഞാൻ അറിയുന്നത് എൻ്റെ ഷൂസിൽ, അതായത് കീ കൂടെ അതിനകത്ത് പെട്ടിരിക്കുകയാണ്. എൻ്റെ കയ്യിൽ നിന്ന് പോയി. ഇപ്പോൾ എന്താണ് ആ ബാൻഡ് പോയാൽ പോട്ടെ, എയർപോർട്ട് പോയാൽ പോട്ടെ. കാരണം താക്കോല് പോയിട്ട് അത് ഉണ്ടാക്കണമെങ്കിൽ നല്ല പൈസ കൊടുക്കണം. എന്നിട്ട് പോലീസുകാരോട് ഒരു പെണ്ണും ഒരു പുള്ളിക്കാരനോട് ഇറങ്ങി വന്ന് അവരപ്പം തന്നെ പറഞ്ഞു, നമുക്ക് ഇതിൻ്റെ പുറകെ പോകാൻ പറ്റില്ല, നമ്മൾ വണ്ടി എടുത്ത് വരത്തില്ല എന്ന് പറഞ്ഞു. അവർ വേണമെങ്കിൽ വന്ന് ജസ്റ്റ് വെളിയിൽ നോക്കാൻ ഹെൽപ്പ് ചെയ്യാം, അതല്ലാണ്ട് ഇവർ ഇതിന് വേണ്ടിയിട്ട് എങ്ങോട്ടും ട്രാവൽ ചെയ്യില്ല എന്നവർ പറഞ്ഞു. പോയത് അവർ ചോദിച്ചു, അതിനകത്ത് ബാഗിനകത്ത് വേറെ എന്തെങ്കിലും ഉണ്ടായിരുന്നു, ഹൗസ് വൈസ് ഉണ്ടായിരുന്നു, പാസ്പോർട്ട് ഉണ്ടായിരുന്നു എന്നൊക്കെ ചോദിച്ചു, ഗൈഡ് ഉണ്ടായിരുന്നു എന്നൊക്കെ ചോദിച്ചു. അതൊന്നും ഇല്ലയെന്ന് പറഞ്ഞപ്പോൾ തന്നെ അവർ പറഞ്ഞു ജസ്റ്റ് എയർപോർട്ടൊക്കെ ഉള്ളൂ എന്ന് പറഞ്ഞപ്പോൾ ഞങ്ങളിതിന് വേണ്ടി അങ്ങോട്ടും ട്രാവൽ ചെയ്യില്ല. ഒറ്റയടിക്ക് അവർ പറഞ്ഞു, മുഖത്ത് നോക്കാണ്ട് അവർ പറഞ്ഞു. സോ എനിക്ക് മനസ്സിലായത് ഇവിടുത്തെ പോലീസുകാർ വെറും
ബാക്കി നിങ്ങൾ എന്താണെന്ന് വെച്ചാൽ ഫില്ല് ചെയ്തോ. ആൻഡ് നമ്മുടെയൊക്കെ നാട്ടിലായിരുന്നു എന്നുണ്ടെങ്കിൽ ഇങ്ങനൊരു സിറ്റുവേഷൻ, ഒരു ഫോറിനറിന് ഇങ്ങനൊരു സിറ്റുവേഷൻ വരാണ്. ഇപ്പം നമ്മളിവിടെ ഫോറിനറാണ്, അല്ലെങ്കിൽ നമ്മളിവിടെ പഠിക്കാൻ വന്നിരിക്കുന്ന ആൾക്കാരാണ്, എന്തോ ആയിക്കോട്ടെ, അല്ലെങ്കിൽ ഇവിടുത്തെ സിറ്റിസൺസ് ആയിക്കോട്ടെ, ഇങ്ങനൊരു സിറ്റുവേഷൻ വന്നിട്ടുണ്ടെങ്കിൽ ഹെൽപ്പ് ചെയ്യല്ലേ വേണ്ട, അതിനല്ലേ പോലീസുകാർ. പിന്നെ എന്തിനാണ് ഇവിടെ പോലീസുകാർ തന്നേക്കുന്നത്? അപ്പോൾ നമ്മുടെ നാട്ടിലാണെങ്കിൽ ഒന്ന് ആലോചിച്ച് നോക്കിയാൽ എന്തെങ്കിലും ഇപ്പം നമ്മുടെ പേഴ്സണൽ സാധനമാണെങ്കിൽ പോലും പോലീസുകാരുടെ അടുത്ത് പോയിട്ട് നമുക്ക് പോയി പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് കിട്ടും. ഇത് വേറെ ഒരു പടി അനങ്ങിയില്ല, ജസ്റ്റ് 2 പേരെ ഇറക്കി വിട്ടു. ഇതിൽ കൂടെ നോക്കാൻ വേണ്ട, ഞങ്ങളുടെ കൂടെ തന്നെ, ഞങ്ങൾ നോക്കുന്ന കൂടെ തന്നെയല്ലേ അവർ നോക്കുള്ളൂ, അവർക്ക് വേറെ എക്സ്ട്രാ ഒന്നും ചെയ്യാൻ അറിയത്തില്ലല്ലോ. അതിന് എനിക്ക് ഭാഗ്യത്തിന് പക്ഷേ ബാഗ് കിട്ടി. അതെങ്ങനെയാണെന്ന് ഞാൻ പറഞ്ഞുതരാം. ഞാൻ നോക്കിയപ്പോഴത്തേക്ക് ആ വണ്ടി തിരിച്ച് അങ്ങോട്ടാണ് ട്രാവൽ ചെയ്യുന്നത്. ഇൻ കേസ് ബാഗ് അതിൻ്റെ അകത്ത് തന്നെ ഉണ്ടെങ്കിലോ എന്ന് വിചാരിച്ച് ഞാൻ എൻ്റെ റൂംമേറ്റിനെ വിളിച്ച് കാര്യം പറഞ്ഞു. അവരുടെ അടുത്ത് പറഞ്ഞു ഒന്ന് ജസ്റ്റ് നോക്ക്, കാരണം ആ വണ്ടി പിന്നെ അവിടെ സ്റ്റോപ്പ് ഉണ്ടല്ലോ ഞങ്ങളുടെ വീട്ടിലോട്ട്, അപ്പോൾ അവിടെ എത്തുമ്പോഴത്തേക്കും ഒന്ന് ജസ്റ്റ് നോക്കാൻ പറഞ്ഞു. ഞാൻ എല്ലാ ഡീറ്റെയിൽസും പറഞ്ഞു കൊടുത്തു, ഏത് ബാഗാണ്, ഏത് കളറാണ്, ഏത് സ്ഥലത്താണ് ഞങ്ങൾ വെച്ചത് എന്നൊക്കെ ഞാൻ പറഞ്ഞു കൊടുത്തു. ഭാഗ്യത്തിന് അവൾ പോയി നോക്കി. ഞങ്ങൾ പോലീസുകാരുടെ കൂടെ വെളിയിൽ നോക്കിക്കൊണ്ടിരുന്നപ്പോൾ അവൾ വിളിച്ചു, ബാഗ് കിട്ടി. ഞാൻ എയർപോർട്ട് ഉണ്ടോ എന്ന് നോക്ക്, ഷൂസിലുണ്ടോ എന്ന് നോക്ക്, സാധനങ്ങളൊക്കെ നോക്കി. അവളെല്ലാം നോക്കി ഉണ്ടായിരുന്നു. ഭാഗ്യത്തിന് അവളുള്ളതുകൊണ്ട് ബാഗ് കിട്ടി. ഇല്ലെന്നുണ്ടെങ്കിൽ കാണാമായിരുന്നു. കാരണം ഇവിടെ ഡി ബി എന്ന് പറയുമ്പോൾ ടോർഷിപ്പാണ്. ഇവിടെ ഒരു സ്ഥലത്തുണ്ട്, നമുക്ക് ഇൻഫർമേഷൻ കിട്ടുന്ന സ്ഥലത്ത് പോയപ്പോൾ അവർ പറഞ്ഞു ഞങ്ങളല്ലാതിന് ഉത്തരവാദികൾ, ഇവിടെ ബാഗ് കളഞ്ഞു പോയാൽ നോക്കുന്ന ആൾക്കാർ വേറെ ഉണ്ടെന്ന് പറഞ്ഞിട്ട് അങ്ങോട്ട് പറഞ്ഞു വിട്ടു. അവിടെ പോയി കഴിഞ്ഞപ്പോഴത്തേക്ക് അവരുടെ അടുത്ത് പോയി പറഞ്ഞപ്പോൾ അവരൊരു കാർഡ് തരാണ്. കാർഡ് എന്നിട്ട് ആ നമ്പറിൽ വിളിച്ചു നോക്കിയപ്പോൾ തിങ്കൾ ടു വെള്ളി വരെ മാത്രമേ ഉള്ളൂ. അപ്പോൾ അതിൻ്റെ ഇടയ്ക്ക് സാധനം നഷ്ടപ്പെട്ടു പോയാൽ കിട്ടില്ല. ഭ്രാന്ത് പിടിച്ചു ഗൈസ് ഇന്നലെ. കാരണം ഷൂസ് എലിമെൻറ്റ് നഷ്ടപ്പെട്ടു പോയിട്ട് എത്ര രൂപ കൊടുത്താലും അതൊന്നും ശരിയാക്കി കിട്ടുമെന്നറിയാം. നമ്മുടെ നാട്ടിൽ കുറച്ച് പൈസയും കണ്ടുള്ളൂ, താക്കോലം ആക്കണമെങ്കിൽ എനിക്ക് തോന്നണം. കറക്റ്റ് എനിക്ക് അറിയില്ല കേട്ടോ, ഇവിടെ ഒത്തിരി രൂപയാവും. അപ്പോൾ എന്തുകൊണ്ടും അങ്ങനെയൊക്കെയുള്ള കാര്യത്തിന് നമ്മുടെ നാട് തന്നെയാണ് ബെറ്റർ. പക്ഷേ വേറൊരു കാര്യമോട് ഞാൻ പറയാം, ഇവിടെ നമുക്ക് പോലീസ് സ്റ്റേഷനിൽ കയറി പോകണമെങ്കിൽ പേടിക്കൊന്നും വേണ്ട. ഇപ്പം നമ്മുടെ നാട്ടിലാണ് ഞങ്ങൾക്ക് ഇങ്ങനെ എന്തെങ്കിലും പറ്റി പോലീസ് സ്റ്റേഷനിൽ പോകണമെന്നുണ്ടെങ്കിൽ നമുക്ക് പേടിയായിരിക്കും. ലൈക്ക് എന്തൊക്കെ പറയും പോലീസുകാരെന്ന് പറയുമ്പോൾ പണ്ടേ ഒരു പേടിയുണ്ടല്ലോ, എന്നെ കാണിച്ചിട്ട് കൊണ്ട് കളഞ്ഞു അങ്ങനെയൊക്കെ ഒരു ദേഷ്യപ്പെട്ടൊക്കെ ചോദിക്കുമല്ലോ. അപ്പോൾ അതുകൊണ്ട് നമുക്ക് ഒരു പേടി ഉണ്ടാവും പോലീസ് സ്റ്റേഷനിൽ പോകാനായിട്ട്. പക്ഷേ ഇവിടെ നമുക്ക് പേടിയൊന്നുമില്ല. ജസ്റ്റ് അവിടെ പോയി ഞാൻ 2 ബെല്ലടിച്ചു ഇറങ്ങി വരാൻ വേണ്ടി. 1 ബെല്ലടിച്ചപ്പോഴത്തേക്ക് അവർ ഡോർ തുറന്നു എന്ന് പറഞ്ഞ് ഇതാക്കി, പക്ഷെ വലിച്ചിട്ട് തുറക്കുന്നില്ല. ഞാൻ ഒരു ബെല്ലോടെ അടിച്ചു. അപ്പം ഒരു പുള്ളി ഇറങ്ങി വന്ന് പുള്ളി തുറന്നു. ഇവിടെ നമുക്ക് പേടിക്കേണ്ട ആവശ്യമില്ല പോലീസുകാരെ. ആ ഒരു വ്യത്യാസം മാത്രമേ എനിക്ക് നാടായിട്ട് തോന്നിയിട്ടുള്ളൂ. ബാക്കി എല്ലാം കൊണ്ടും നാട് തന്നെയാണ് ബെറ്റർ. പോലീസുകാരും ബാക്കിയുള്ള എല്ലാ ലോയും അല്ല എങ്കിലും ഇങ്ങനെയുള്ള കുഞ്ഞു കുഞ്ഞു കാര്യങ്ങളും അത്യാവശ്യം നാട് തന്നെ നല്ല. പിന്നെ വലിയ ലോയിലേക്ക് വരുമ്പോഴാണ് ഈ പ്രശ്നങ്ങൾ മാത്രമേ ഉള്ളൂ. ഈ കുഞ്ഞു ലോയൊക്കെ ഓക്കെയാണ് നാട്ടിൽ. അപ്പോൾ എനിവേ അങ്ങനെയായിരുന്നു ഇന്നലത്തെ ഒരു സംഭവം. അത് കഴിഞ്ഞ് വീട്ടിൽ വന്ന് കഴിഞ്ഞപ്പോഴത്തേക്കും നല്ല ഡിലേ ആയി. കാരണം അങ്ങനെ തന്നെ 1 മണിക്കൂർ ഞങ്ങളുടെ അവിടെ വേസ്റ്റായി. പിന്നെ എന്താ പറയുക, പിന്നെ സാധനങ്ങൾ വാങ്ങിച്ച് വന്നു, പിന്നെ ഫുഡ് കഴിച്ചു, ഉണ്ടാക്കി, കുറച്ച് പാത്രം കഴുകാണ്ടായിരുന്നു, വീട് ക്ലീനാക്കി. ഇതൊക്കെ കഴിഞ്ഞിട്ടാണ് ഇന്നലെ കിടന്ന് ഉറങ്ങിയത്. അപ്പോൾ അങ്ങനെ അതുകൊണ്ട് ഞാൻ ഇന്നലെ ഒരു 12 മണിയായി കിടന്നപ്പം. പിന്നെ ഒരു 3:50 എണീറ്റു. പിന്നെ അറിയാലോ ജോലി പുതിയ സ്ഥലത്തേക്ക് വരുന്നതുകൊണ്ട് നമുക്കങ്ങനെ മര്യാദയ്ക്ക് ഉറങ്ങാൻ പറ്റില്ല. അങ്ങനെയൊക്കെ ആയിരുന്നുകൊണ്ട് ഒരു സുഖമില്ലാത്തൊരു ദിവസമാണ്. നമുക്ക് നോക്കാം എങ്ങനെയായിരിക്കും എൻ്റെ ഹോസ്പിറ്റൽ ഡ്യൂട്ടി എന്നുള്ളത്. സോ ഗൈസ്, ആൻഡ് ഇപ്പം നമ്മൾ ബസ് കയറി. ഭയങ്കര ബുദ്ധിമുട്ടാണ് കേട്ടോ ബസ് കണ്ടുപിടിക്കാൻ. കാരണം ഇത് അത്യാവശ്യം ഒരു ഹിൽഡസൈഡ് എന്ന് പറയുന്ന ഒരു അത്യാവശ്യം കുറച്ചൊരു ബിഗ് സിറ്റിയാണ്. അപ്പോൾ ഇപ്പം നല്ല ബസ്സിൽ കയറി. പക്ഷേ ബസ് കണ്ടുപിടിക്കാൻ കുറച്ച് എനിക്കൊരു ബുദ്ധിമുട്ടുണ്ടായിരുന്നു. വന്നിട്ടുണ്ടായിരുന്നില്ല, എവിടെ നിൽക്കണമെന്ന് അറിയില്ല. 2, 4, 5, 6 സ്ഥലങ്ങളിങ്ങനെ നിരന്ന് കിടക്കാം. അതിൽ കൂടെയൊക്കെ കുറേ ബസ്സസിൻ്റെ ഇത് വെച്ചിട്ടുണ്ട്. പക്ഷേ 32 എന്ന് പറഞ്ഞ നമ്പർ മാത്രമേ ഞാൻ കണ്ടില്ല. എന്നിട്ട് ഞാൻ ഒരു പുള്ളിയുടെ അടുത്ത് ചോദിച്ചു. അപ്പോൾ പുള്ളീൻ്റെ അടുത്ത് പറഞ്ഞു ഇപ്പഴായിരിക്കും വരുന്നതെന്ന് പറഞ്ഞു. എന്നിട്ട് ഞാൻ വെയിറ്റ് ചെയ്തു. അപ്പോൾ അങ്ങനെ കുറച്ച് നേരം എനിക്ക് നിൽക്കേണ്ട വന്നു. അത് കഴിഞ്ഞപ്പോഴത്തേക്കും ഞാൻ നോക്കിയപ്പോഴത്തേക്ക് ബസ് വന്നപ്പോഴത്തേക്ക് ഞാൻ അപ്പുറത്തെ സൈഡിലേക്ക് മാറി. അപ്പുറത്തെ സൈഡിൽ പോയി കഴിഞ്ഞപ്പോഴത്തേക്ക് ബസ് അവിടെ കറങ്ങി ഇപ്പുറത്തേക്ക് വന്നു. ഇപ്പുറ വന്നതിനപ്പോഴത്തേക്കും ഞാൻ ഇങ്ങോട്ടേക്ക് വട്ടം കണക്കിന് വന്നു. പക്ഷേ എനിവേ ഇത് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ഇനി നമ്മളിത് കയറി 4ാമത്തെ 3ാമത്തെ സ്റ്റോപ്പിൽ പോവും, ഇറങ്ങും. എന്നിട്ട് കണ്ടുപിടിക്കണം ബാക്കി എവിടെയാണെന്നുള്ളത്. 6, 7 മണിയൊക്കെ തോന്നുന്നു ജോലി തുടങ്ങുമ്പോൾ. കാരണം ഡ്രസ്സ് എവിടെയാണെന്ന് എനിക്കറിയില്ല, ഏത് ഇതാണെന്ന് എനിക്കറിയത്തില്ല, എങ്ങനെ ചെയ്യണമെന്ന് എനിക്കറിയത്തില്ല, ഒന്നും അറിയത്തില്ല. അപ്പോൾ ഫസ്റ്റ് ഡേ എന്ന് പറയുമ്പോൾ എപ്പോഴും കുറച്ച് സ്ട്രെസ്സായിരിക്കും. നാളെ മുതൽ ശരിയായിക്കോളും. എനിക്ക് തോന്നുന്നു നാളെ എനിക്ക് അവധിയാണെന്ന് എനിക്ക് തോന്നുന്നത്. എനിക്കറിയത്തില്ല, നമുക്ക് നോക്കാം.
സോ അങ്ങനെ ഞാൻ വീട്ടിൽ തിരിച്ചെത്തി. ഞാൻ അതിൻ്റെ ഇടയ്ക്ക് വീഡിയോ ഒന്നും എടുത്തില്ല, കാരണം സമയം ഉണ്ടായിരുന്നില്ല, നല്ല തിരക്കായിരുന്നു. കാരണം കുറേ പേർക്ക് വാട്സപ്പിൽ റിപ്ലൈ കൊടുക്കാനുണ്ടായിരുന്നു, അങ്ങനെ കുറേ കാര്യങ്ങളായിട്ട് തിരക്കായിരുന്നു. ജോലി കഴിഞ്ഞു. ജോലി എങ്ങനെ ഉണ്ടായിരുന്നു കാര്യങ്ങളൊക്കെ ഞാൻ എക്സ്പ്ലെയിൻ ചെയ്യാം. എനിക്കിന്ന് നൈറ്റ് പഠിക്കാനിരിക്കണം, ആ ടൈമിൽ ഞാൻ എക്സ്പ്ലെയിൻ ചെയ്യാം. അപ്പം അത് മുന്നേ എനിക്ക് കുറച്ച് കാര്യങ്ങൾ ചെയ്ത് തീർക്കാണ്ട്, കാരണം സമയമില്ല. അതുകൊണ്ടാണ് ഇപ്പം തന്നെ ഒത്തിരി നേരം വൈകി, പയ്യെ ഇരുട്ടായി തുടങ്ങുന്നുണ്ട്. പിന്നെ സമ്മർ ആണല്ലോ, അതുകൊണ്ട് കുഴപ്പമില്ല. അപ്പം ഞാൻ പിന്നെ ലാപ്പൊക്കെ എടുത്ത് സെറ്റായിട്ടുണ്ട്. അപ്പോൾ ആ ടൈമിൽ ഫുഡ് വെച്ചിട്ടുണ്ട്, ഫുഡാവും. അന്നേരം കുറച്ച് പണികളോടെ ചെയ്ത് തീർത്ത് കഴിഞ്ഞിട്ട് നമുക്കിനി ബാക്കി കാര്യങ്ങളായി പോകാം. സോ ഗൈസ്, അപ്പോൾ ഇനിയിപ്പോൾ ഞാനൊരു ക്വിക്ക് ബാത്ത് എടുക്കാൻ വേണ്ടി പോവാണ്. ഓയിൽ വെക്കണം. ഞാൻ ഇന്നലെ ആക്ച്വലി കുളിച്ചാണ്, പക്ഷേ അത്ര അടിപൊളിയായിട്ട് കുളിച്ചില്ല, കാരണം സമയം കിട്ടിയില്ല. അപ്പം ഒന്നോടെ തല നനയ്ക്കണം ഇന്ന്. അപ്പോൾ അത്യാവശ്യം നന്നായിട്ട് ഓയിൽ വെച്ചിട്ട് ഹോട്ട് ഓയിൽ മസാജൊക്കെ ചെയ്ത് കുറച്ചൊന്ന് സെറ്റാക്കിയിട്ട് കുളിക്കണം. അപ്പോൾ ആ മസാജ് ചെയ്തിട്ട് ഞാൻ ഫസ്റ്റ്ലി മുടിയിൽ ഓയിൽ വെക്കും. അത് കഴിഞ്ഞ് മസാജ് ചെയ്യും ഒരു 5 അല്ലെങ്കിൽ 10 മിനിറ്റ്. അതിനുശേഷം ഞാൻ കുറച്ച് വർക്ക് കൂടെ കംപ്ലീറ്റ് ചെയ്യും. അപ്പോൾ ഒരു 5 മണി, ഒരു 6-6:30 ആകുമ്പോഴത്തേക്കും പോയി കുളിച്ച് ബാക്കി കാര്യങ്ങളെല്ലാം കഴിഞ്ഞ് ഒരു 7 to അല്ലെങ്കിൽ 7:30 മുതൽ ഒരു 9:30 വരെയെങ്കിലും എനിക്ക് കുറഞ്ഞിരുന്ന് പഠിക്കണം. അപ്പോൾ യെസ്, അപ്പോൾ ഇനി അങ്ങനെയാണ് ബാക്കി. Don't play with it, don't be dishonest. Ay, still not